ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഡേ ആണ് കേട്ടോ. അപ്പം ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഡേയുടെ കാരണം ഇതാ ഈ ഒരു ഐറ്റമാണ്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയ സാധനമാണ് ഐഫോൺ 17 പ്രോ. ഒട്ടും പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സർപ്രൈസ് ആയിട്ട് കിട്ടിയ ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അതും 1 TB. ഇതിൻ്റെ ആ ഒരു രണ്ട് സൈഡിലുള്ള ഒരു സംഭവം ഇല്ലേ, മീൻസ് അൺബോക്സിങ്ങിലൊക്കെ പൊളിക്കുന്ന സാധനം, അത് ഷോപ്പിൽ നിന്ന് ഞാൻ വിശ്വസിക്കാത്തത് കാരണം ഷോപ്പിൽ നിന്ന് അവർ പൊളിച്ച് കയ്യിൽ തന്നിട്ടോ. അപ്പോൾ അത് പൊട്ടിക്കാൻ പറ്റാത്തതിൻ്റെ ചെറിയൊരു വിഷമമുണ്ട്, ബട്ട് എന്നാലും കുഴപ്പമില്ല, ബാക്കി നമുക്ക് അൺബോക്സ് ചെയ്യാമല്ലോ. അപ്പോൾ ഈ തവണ ഇറങ്ങിയ ഐഫോൺ 17 പ്രോൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള കളറാണ് കോസ്മിക് ഓറഞ്ച്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കളർ തന്നെയാണ് കേട്ടോ. ബട്ട് കുറേ കംപ്ലൈൻറ്റ്സ് ഇങ്ങനെ കേട്ടത് കാരണം എനിക്ക് ഈ ഒരു കളർ എടുക്കണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഇത് തന്നെയാണ് കുറച്ചും കൂടി ഒരു ക്യൂട്ടായിട്ടുള്ള കളറ്, അപ്പോൾ ഇത് തന്നെയാണ് എടുത്തത്. ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോണ് 14 പ്രോ ആണ് കേട്ടോ. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഡിഫറൻസസ് ഇതിലുണ്ട്. ഇതിൻ്റെ സ്വിച്ചസ് ആയാലും ക്യാമറ സ്വിച്ച് അങ്ങനെ കുറേ ഇംപ്രവൈസേഷൻസ് ഇതിൽ ഉണ്ട് കേട്ടോ. ബട്ട് കമ്പയറിങ് ടു ഐഫോൺ 16 പ്രോ ആ ഒരു ലുക്കിൽ മാത്രമാണ് വലിയ ഡിഫറൻസ് ഉള്ളത്. ബാക്കിയൊക്കെ സെയിം ടു സെയിം പോലെ തന്നെയാണുള്ളത് കേട്ടോ. അപ്പം ഇതിൻ്റെ ബോക്സിലുള്ളത് ഈ ഒരു വയർ മാത്രമാണ്, വേറൊരു സാധനമില്ല കേട്ടോ. അപ്പം ഞാൻ എടുത്ത ഫോണാണെങ്കിൽ ഇ സിം ആണ്, മീൻസ് ഫിസിക്കൽ സിമ്മിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇതിൽ. അപ്പോൾ അത് എഴുതിയൊരു കാർഡാണ് ഇതിൽ ഇതായി കൊടുത്തിട്ടുള്ളത്. ഇ സിം ആണ്, നോ ഫിസിക്കൽ കാർഡ് നീഡഡ് എന്നുള്ള ഒരു സംഭവമാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതേ ഉള്ളൂ കേട്ടോ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ ഇതിൻ്റെ അഡാപ്റ്റർ വാങ്ങണമെന്നുണ്ടായിരുന്നു, ബട്ട് എവിടെ കിട്ടാനില്ല കേട്ടോ. യുഎയിൽ അത് ഇറങ്ങിയിട്ടില്ല എന്നാണ് കേട്ടത്. കുറേ ഷോപ്സിൽ അന്വേഷിച്ചു, ബട്ട് എവിടെയും കിട്ടാനില്ല. ഇനി ഇതാ ബെസ്റ്റ് പാർട്ട്, ഈ ഒരു സംഭവം അൺബോക്സിങ്. നല്ല സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സിറ്റുവേഷനാണ് ഇത്. കുറേ വർഷത്തിന് ശേഷമാണ് ഐഫോണിൻ്റെ ആ ഒരു ഡിസൈൻ പാറ്റേണിലൊക്കെ ഒരു ഡിഫറൻസ് വരുന്നത്. സംഭവം രസമുണ്ട് കേട്ടോ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. അങ്ങനെ ഇതാ ഓണാക്കിയാൽ എല്ലാ ഭാഷയിലും ഹലോ എന്നിങ്ങനെ എഴുതി കാണിക്കും കേട്ടോ. എല്ലാ ഭാഷയിലും ഇല്ല, ബട്ട് എന്നാലും ഏതൊക്കെ കുറേ ഭാഷകളിൽ ഇതുപോലെ ഇങ്ങനെ ഹലോ എഴുതി കാണിക്കും. ഇനി നമുക്കിതിൻ്റെ സെറ്റപ്പൊക്കെ ചെയ്യാനുണ്ട്. എൻ്റെ പഴയ ഫോണിലെ ഡാറ്റാസൊക്കെ ഇതിലോട്ട് ഷെയർ ചെയ്യണം. അപ്പം അങ്ങനത്തെ കുറച്ച് സെറ്റിങ്സൊക്കെ ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാ ഡാറ്റാസ് കംപ്ലീറ്റ് ഈ ഫോണിലോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം മറ്റേതിലുണ്ടായ സെയിം ഒരു വാൾപേപ്പറും അടക്കം ഇതിലോട്ട് ഷെയറായി വന്നിട്ടുണ്ട് കേട്ടോ.
അതിനുശേഷം കുറച്ച് എന്തെല്ലോ സെറ്റിങ്സ് ഇങ്ങനെ ചെയ്യാനുണ്ടായിരുന്നു. ക്യാമറ സെറ്റിങ്സ്, പിന്നെ നമ്മളെ വാൾപേപ്പർ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ന്യൂ ഫീച്ചേഴ്സൊക്കെ കാണിച്ചിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഒരു വെൽക്കമും കിട്ടി. ഇനി ഗെറ്റ് സ്റ്റാർട്ടഡ് ടു ന്യൂ iPhone 17 Pro. ഇനി നമ്മളെ മെയിൻ സംഭവം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്താ, നമ്മുടെ ക്യാമറ. അപ്പം അതിന് വേണ്ടിയിട്ടാണല്ലോ ഈ ഒരു ഐഫോൺ നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഒന്ന് നമുക്ക് നോക്കാമല്ലോ. ക്യാമറ നല്ല അടിപൊളി ക്വാളിറ്റി ആയിരുന്നു കേട്ടോ. അതിപ്പോൾ ഫോട്ടോ എടുക്കുമ്പോഴും വീഡിയോ എടുക്കുമ്പോഴും ഒക്കെ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു കമ്പാരിറ്റീവ്ലി ടു iPhone 14 Pro. സൂമൊക്കെ ചെയ്യുമ്പം നല്ല ക്ലിയർ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഇത് വീഡിയോ മോഡാണ്. അപ്പം ഇത് ട്രൈ ചെയ്തപ്പോൾ സൂമൊക്കെ ചെയ്തപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് മൈന്യൂട്ടായിട്ടുള്ള സംഭവങ്ങൾ വരെ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. എന്തായാലും സംഭവം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇനിയുള്ള വീഡിയോസൊക്കെ ഈ ഒരു ഫോണിൽ നിന്നായിരിക്കും കേട്ടോ എടുക്കുക. അപ്പോൾ കുറച്ച് നേരം ഞാനിങ്ങനെ ക്യാമറയിൽ ഇങ്ങനെ ഓരോന്നൊക്കെ വെച്ച് സൂമൊക്കെ ചെയ്ത് അങ്ങനെ കുറേ കളി കളിച്ചു കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് നേരം നമുക്ക് ക്യാമറയ്ക്ക് റെസ്റ്റ് കൊടുക്കാം. ഇനി അതിൻ്റെ ബാക്കി സാധനങ്ങൾ അൺബോക്സിങ് ചെയ്യാനുണ്ട്. ഒന്ന് സ്ക്രീൻ ഗാർഡ്, പിന്നെ ഫോൺ കേസ്. ഈ സ്ക്രീൻ ഗാർഡ് ഞാൻ കുറേ അൺബോക്സിങ്ങിൽ കണ്ടിട്ട് തേടി കണ്ടുപിടിച്ച് വാങ്ങിയൊരു സാധനമാണ് കേട്ടോ. സെൽഫായിട്ട് ഈസിലി ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സാധനം ഈ ഐഫോൺ അൺബോക്സിങ്ങിലൊക്കെ കാണാം, സെൽഫായിട്ട് ഇത് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. ആക്ച്വലി ഇത് ഞാൻ 14 Pro അൺബോക്സ് ചെയ്യുമ്പോഴും കുറേ നോക്കിയിട്ടുണ്ടായിരുന്നേ ഷോപ്സിലൊക്കെ. അപ്പം അങ്ങനെ നോർമൽ ഷോപ്പിലൊന്നും ഇത് അവൈലബിൾ അല്ലായിരുന്നു. ഇതിപ്പം ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിൽ 2 സ്ക്രീൻ ഗാർഡ് ഗ്ലാസ്സസ് ഉണ്ട്. പിന്നെ അതാ ഒരു ഫിക്സിങ് ആയിട്ടുള്ള ഈ ഒരു സംഭവം ഉണ്ട് കേട്ടോ. സോ സാറ്റിസ്ഫൈങ് ആയിട്ട് നമുക്ക് സ്ക്രീൻ ഗാർഡ് വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. എസ്പെഷ്യലി ഫോർ അൺബോക്സിങ് വീഡിയോയിലൊക്കെ നല്ല രസമാണ് കാണാൻ. പിന്നെ ഈ ഒരു പാക്കേജിൽ വന്നിട്ട് ഒരു എക്സ്ട്രാ സ്ക്രീൻ ഗാർഡ് ഗ്ലാസ്സും ഉണ്ട്. പിന്നെ ഇൻസ്റ്റാളേഷന് യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളും. അത്രയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങിയാലോ. ഈ ഒരു പാക്കറ്റിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഇതിൽ 3 ഐറ്റംസാണ് വരുന്നത്. ഒന്നിതാ ഈ ഒരു ക്ലോത്ത്, പിന്നെ ഒരു വൈപ്സ് ഉണ്ട്, പിന്നെ ഒരു സ്റ്റിക്കർ ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഓരോരോ പ്രോസസ്സായിട്ട് ഇത് ചെയ്തു വരണം. അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഈ ഒരു വൈപ്പ് കൊണ്ട് ഫോൺ സ്ക്രീന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ക്ലീൻ ചെയ്യണം.
അങ്ങനെ വെറ്റ് വൈപ്സ് കൊണ്ട് ആയിട്ടുള്ള ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ഈ ഒരു ക്ലോത്ത് കൊണ്ടൊന്ന് തുടച്ച് ക്ലിയർ ചെയ്യുക. ഇനി ആ ഒരു സ്റ്റിക്കർ യൂസ് ചെയ്തിട്ട് എന്നിട്ടും വരുന്ന മീൻസ് നമ്മൾ ഈ അറ്റ്മോസ്ഫിയറിൽ നിന്നൊക്കെ എന്തായാലും ഡസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം ആ ഡസ്റ്റൊക്കെ ഒന്ന് ഈ സ്റ്റിക്കർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ പോക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു ബെസ്റ്റ് പാർട്ട് ഓഫ് ഈ ഒരു സ്ക്രീൻ ഗാർഡ് വെക്കുന്നത് ഈ ഒരു സ്റ്റിക്കറാണ് കേട്ടോ. എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തത് കുറേ വീഡിയോസിൽ. അപ്പോൾ നല്ല സാറ്റിസ്ഫൈങ് ആയിരുന്നേ. ഇതിങ്ങനെ ഡസ്റ്റൊക്കെ പോക്കുക. എന്നിട്ട് ഫൈനൽ പാർട്ടിലോട്ട് പോവാം. ഫോൺ ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഗ്രീൻ എരോ മാർക്കിൻ്റെ അവിടെ പുള്ളെന്ന് എഴുതിയിട്ടുണ്ടാവും, അത് വലിച്ചു കൊടുക്കുക കേട്ടോ. ഫോണൊന്ന് അമർത്തി പിടിച്ചതിന് ശേഷം അതൊന്ന് വലിച്ചു കൊടുക്കുക. അപ്പം സ്ക്രീൻ ഗാർഡ് ഫോണിൽ സ്റ്റിക്കായിട്ടുണ്ടാവേ. ഇനി നമുക്ക് ഫോണൊന്ന് എടുത്ത് നോക്കിയാലോ. അപ്പോൾ ഇതാ ഫോണ് മെല്ലെ ഇതുപോലെ എടുക്കുക. എനിക്കൊരു ചെറിയ എയർ ബബിൾസ് കുടുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ടല്ലേ, അതിൻ്റെതായിരിക്കും. ബട്ട് അത് ഞാൻ പോക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ സ്ക്രീൻ ഗാർഡ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു ചെറിയ എയർ ബബിൾസ് അവിടെ കുടുങ്ങിയിട്ടുണ്ട്. അപ്പം അതിതാ ഇതുപോലെ കുറച്ച് റബ്ബ് ചെയ്തപ്പം പോയി കേട്ടോ. സംഭവം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്ക്രീൻ ഗാർഡ് സ്റ്റിക്കായിട്ട് വന്നു കേട്ടോ. ഇനി ദ ഫൈനൽ അൺബോക്സിങ് ഇതിൻ്റെ കവറാണ്. അപ്പം കവറ് ഞാൻ ഒരു പ്ലെയിൻ കവറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ പോയ ഷോപ്പിലുണ്ടായ എനിക്കിഷ്ടപ്പെട്ട കേസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഓരോ ഐറ്റംസും ഓരോ ദിവസം ഓരോ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ആദ്യം ഐഫോൺ വാങ്ങിച്ചു, അത് അൺബോക്സിങ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ കേസ് വാങ്ങിയത്. പിന്നെ അതുപോലെ തന്നെ സ്ക്രീൻ ഗാർഡ് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് അത് 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു കിട്ടിയത്. അപ്പം എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു വീഡിയോ ആക്കി എടുത്തതാണ്. അപ്പോൾ ഇതാ ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡുള്ള കേസാണ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇത് വെച്ച് നോക്കിയപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ തോന്നി. കളറായാലും ഒരു ഫിനിഷിങ് ലുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ കേസ് ഇട്ടിട്ടുള്ള ഫൈനൽ ലുക്ക്. എൻ്റെ ഐഫോൺ വാങ്ങി തരുന്ന സർപ്രൈസ് വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം, നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഐഫോൺ 17 Pro അൺബോക്സിങ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ബൈ.